ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒന്നാലോചിച്ച് നോക്കിക്കേ, നമ്മൾ എന്നും രാവിലെ ഉപയോഗിക്കുന്ന സോപ്പും കുടിക്കുന്ന ചായപ്പൊടിയും ഒക്കെ നമുക്കൊരു വരുമാനം തന്നാലോ? കൊള്ളാമല്ലേ? അങ്ങനെ ഒരു ബിസിനസ് മോഡലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. DXN. ഇത് നമ്മുടെ സാധാരണ ചെലവുകളെ എങ്ങനെയാണ് ഒരു ഇൻകമാക്കി മാറ്റുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഓരോ മാസവും പലചരക്ക് സാധനങ്ങൾക്കും മറ്റുമായി ചെലവാക്കുന്ന പൈസ, അതേ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു വരുമാനം പോലെ തിരിച്ചു വന്നാലോ? കേൾക്കുമ്പോൾ നടക്കാത്ത കാര്യമാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഐഡിയ ശരിക്കും മനസ്സിലാവാൻ നമുക്ക് രണ്ട് തരം ആൾക്കാരെ താരതമ്യം ചെയ്യാം. ഒരു സാധാരണ ഉപഭോക്താവ്, പിന്നെ ഒരു ബുദ്ധിമാനായ ഉപഭോക്താവ്. സാധാരണ നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്താ ചിന്തിക്കുക? പൈസ പോയി, അതൊരു ചെലവായി, അല്ലേ? പക്ഷെ ഒരു സ്മാർട്ട് കൺസ്യൂമർ അങ്ങനെയല്ല ചിന്തിക്കുക. അവർ ചിന്തിക്കുന്നത് ഈ ചെലവിനെ എനിക്കെങ്ങനെ ഒരു വരുമാനമാക്കി മാറ്റാൻ പറ്റുമെന്നാണ്. കണ്ടോ, ആ ചിന്തയിൽ തന്നെ ഉണ്ട് വ്യത്യാസം. ഓരോ ചെലവും അവർക്കൊരു അവസരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. എങ്ങനെയാണ് വെറുമൊരു ചിലവഴിക്കുന്ന ആളിൽ നിന്ന് നമ്മൾ പണം സമ്പാദിക്കുന്ന ഒരാളായി മാറുന്നത്? ഇതിന്റെ പിന്നിലെ ആ ഒരു രഹസ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇപ്പൊ നോക്കൂ, നമ്മൾ കടയിൽ പോയി ഒരു സോപ്പ് വാങ്ങുന്നു. അതിന് കൊടുക്കുന്ന പൈസ മുഴുവൻ ആ സോപ്പുണ്ടാക്കിയ കമ്പനിക്കാണോ കിട്ടുന്നത്? ഒരിക്കലുമല്ല. സത്യം പറഞ്ഞാൽ അതിന്റെ നിർമ്മാതാവിന് കിട്ടുന്നത് ഏകദേശം ഒരു 40% മാത്രമാണ്. പിന്നെ ബാക്കി 60% എങ്ങോട്ടാ പോകുന്നത്? അത് മുഴുവൻ പോകുന്നത് അതിന്റെ പരസ്യത്തിനും ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും അങ്ങനെ കുറേ ഇടനിലക്കാർക്കുമാണ്. അപ്പോ ഇവിടെയാണ് DXNന്റെ ഒരു ബ്രില്യൻസ് വരുന്നത്. അവർ ചെയ്യുന്നതെന്താന്ന് വെച്ചാൽ ഈ ഇടനിലക്കാരെ അങ്ങ് പൂർണ്ണമായി ഒഴിവാക്കും. പ്രോഡക്റ്റ് ഫാക്ടറിയിൽ നിന്ന് നേരെ നമ്മുടെ കയ്യിലേക്ക്, അതായത് ഉപഭോക്താവായ നിങ്ങളുടെ കയ്യിലേക്കെത്തും. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ആ ഇടനിലക്കാർക്ക് പോകേണ്ടിരുന്ന 60% പൈസ എവിടെ പോകും? സിമ്പിൾ, അത് ബോണസുകളും ഇൻസെന്റീവുകളുമായിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നു. അതാണ് ഇതിലെ പ്രധാന കാര്യം. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ഈ DXN ബിസിനസ് അവസരത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാം. ഈ സിസ്റ്റം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, ഇതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. DXN സിസ്റ്റത്തിന് പ്രധാനമായിട്ടും 3 കിടിലൻ സവിശേഷതകളുണ്ട്. ഒന്നാമത്തേത്, ഒരു ലോകം ഒരു മാർക്കറ്റ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈ ബിസിനസ് ലോകത്ത് എവിടെ വേണമെങ്കിലും ചെയ്യാം, ഒരൊറ്റ മെമ്പർഷിപ്പിൽ. രണ്ടാമത്തേത്, പദവിയിൽ തരം താഴ്ത്തലില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു റാങ്കിലെത്തിയാൽ പിന്നെ നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞാലും ആ റാങ്ക് താഴോട്ട് പോകില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഒരു സെക്യൂരിറ്റി ഫീല് കിട്ടും. പിന്നെ മൂന്നാമത്തേത്, പോയിന്റ് സിസ്റ്റം. എല്ലാ മാസവും നിങ്ങളുടെ പോയിന്റുകൾ 0-ൽ നിന്ന് തുടങ്ങണ്ട. പകരം നിങ്ങൾ നേടുന്ന പോയിന്റുകളെല്ലാം ഇങ്ങനെ കൂടിച്ചേർന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത സെക്ഷൻ, സ്റ്റാർ ഡയമണ്ടിലേക്കുള്ള നിങ്ങളുടെ യാത്ര. ഒരു പുതിയ ആൾ ഇതിൽ ചേർന്നാൽ എങ്ങനെയാണ് പടിപടിയായി വളരുന്നത്? DXNന് വളരെ വ്യക്തമായൊരു കരിയർ പ്ലാനുണ്ട്. ആ യാത്ര എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഈ യാത്രയിൽ പ്രധാനമായും 4 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമതായി, നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ടാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്നു പറയുന്നത് സ്റ്റാർ ഏജന്റ് ആവുക എന്നതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർ റൂബി. പിന്നെ അവിടുന്ന് മുകളിലോട്ട് പോയി ഉയർന്ന റാങ്കുകളിലൊന്നായ സ്റ്റാർ ഡയമണ്ടിലേക്കെത്തും. അപ്പോ ആദ്യത്തെ വലിയ കടമ്പയായ സ്റ്റാർ ഏജന്റ് ആകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെയാണ് PV, അതായത് പോയിന്റ് വാല്യൂ പ്രധാനമാകുന്നത്. നിങ്ങൾ വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റിനും ഒരു പോയിന്റ് വാല്യൂ ഉണ്ടാവും. നിങ്ങളുടെയും നിങ്ങളുടെ ടീമിന്റെയും മൊത്തം PV കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ബോണസ് ശതമാനവും കൂടും. കണ്ടില്ലേ, 6% തുടങ്ങി അത് പടിപടിയായി 21% വരെ ഉയരും. സ്റ്റാർ ഏജന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവലിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നല്ലേ? ഇവിടെയാണ് ഈ ബിസിനസിന്റെ ഭംഗി. നിങ്ങളുടെ വളർച്ച മറ്റുള്ളവരുടെ വളർച്ചയെ ആശ്രയിച്ചിരിക്കും. അതായത് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന 3 പേരെ സ്റ്റാർ ഏജന്റ് ആക്കാൻ സഹായിച്ചാൽ നിങ്ങൾ സ്റ്റാർ റൂബിയാകും. അതുപോലെ 6 പേരെ സ്റ്റാർ ഏജന്റ് ആക്കിയാലോ നിങ്ങൾ സ്റ്റാർ ഡയമണ്ട് ആകും. അതായത് മറ്റുള്ളവരെ വിജയിപ്പിക്കുമ്പോൾ നമ്മളും വിജയിക്കുന്നു. ഓക്കെ, നമ്മൾ റാങ്കുകളെക്കുറിച്ചും പോയിന്റുകളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. പക്ഷെ എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്നത് ഇതാണ്: ഇതിൽ നിന്ന് എങ്ങനെ പൈസ കിട്ടും, അല്ലേ? അപ്പോ നമ്മുടെ അടുത്ത സെക്ഷൻ അതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ വരുമാന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇതാണ് നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഏകദേശ രൂപം. ഇതിൽ റീറ്റെയിൽ ലാഭം കിട്ടും, പിന്നെ നിങ്ങളുടെ ടീമിന്റെ പ്രകടനത്തിന് ഗ്രൂപ്പ് ബോണസുകളുണ്ട്, ലീഡേഴ്സിനെ വളർത്തുന്നതിന് ലീഡർഷിപ്പ് ബോണസുകളുണ്ട്, കൂടാതെ മറ്റു പല ഇൻസെന്റീവുകളും. അങ്ങനെ പല തരത്തിൽ വരുമാനം വരും.
ഈ ഓരോ ബോണസിനും ഓരോ ഉദ്ദേശവുമുണ്ട്. ഗ്രൂപ്പ് ബോണസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീം മൊത്തത്തിൽ ചെയ്യുന്ന ബിസിനസ്സിനുള്ളതാണ്. പക്ഷേ ഡെവലപ്മെന്റ് ബോണസ് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ടീമിലുള്ളവരെ ലീഡർമാരാക്കി വളർത്തിയെടുക്കുന്നതിന് കമ്പനി തരുന്ന പ്രത്യേക ബോണസാണത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞുപോലെ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നത്. ശരി, ഇനി 5ാമത്തെ ഭാഗം. എല്ലാ മാസവും കിട്ടുന്ന ബോണസ് കൂടാതെ ചില വമ്പൻ റിവാർഡുകൾ ഒറ്റത്തവണയായി കമ്പനി തരുന്നുണ്ട്. നല്ല അടിപൊളി ക്യാഷ് ഇൻസെന്റീവുകളും യാത്രകളുമൊക്കെ ഇതിൽപ്പെടും. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇതാണ്, ഹാൻഡ് ഫോൺ ക്യാഷ് ഇൻസെന്റീവ്. നിങ്ങൾ സ്പോൺസർ ചെയ്ത 3 പേർ സ്റ്റാർ ഏജന്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ഒറ്റത്തവണയായി $425 കിട്ടും. ഒരു പുതിയ ഫോൺ വാങ്ങാൻ ഇത് ധാരാളമല്ലേ? അപ്പോ ഫോൺ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് അതിലും വലുതാണ്. നിങ്ങൾ കൊണ്ടുവന്ന 5 പേർക്ക് ആ ഫോൺ ഇൻസെന്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിദേശയാത്രയ്ക്ക് വേണ്ടി ഒറ്റയടിക്ക് $2800 കമ്പനി തരും. ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ ഈ ഒറ്റത്തവണ കിട്ടുന്ന ക്യാഷ് അവാർഡുകൾ മാത്രമല്ല, എല്ലാ വർഷവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് യാത്രാ സെമിനാറുകളിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. കമ്പനിയുടെ മൊത്തം ലാഭത്തിന്റെ ഒരു 2% ഇതിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് യാത്രകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. കമ്പനിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാചകമാണിത്. MLM നിങ്ങളെ പെട്ടെന്ന് പണക്കാരനാക്കില്ല, പക്ഷേ ഉറപ്പായും പണക്കാരനാക്കും. ഇതിൽ നിന്നെന്താ മനസ്സിലാക്കേണ്ടത്? ഇത് പെട്ടെന്നൊരു ദിവസം കോടീശ്വരനാകാനുള്ള ലോട്ടറിയല്ല. പക്ഷേ ക്ഷമയോടെയും സ്ഥിരതയോടെയും പ്രവർത്തിച്ചാൽ ഉറപ്പായ ഒരു സാമ്പത്തിക ഭദ്രത ഇതിലൂടെ നേടാനാവുമെന്നാണവർ പറയുന്നത്. അപ്പോ നമ്മൾ ഈ കണ്ടതുപോലെ സാധാരണക്കാരായ ഉപഭോക്താക്കളെ വരുമാനമുണ്ടാക്കുന്നവരാക്കി മാറ്റുന്ന ഇത്തരം ബിസിനസ് മോഡലുകളായിരിക്കുമോ ഇനി ബിസിനസിന്റെ ഭാവി? ഇതൊരു വലിയ ചോദ്യമാണ്. ഈയൊരു ചിന്ത നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വിവരണം ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട്. ഇത് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.